ഗാന്ധിയെ കൊന്നയാളുകൾ ഇന്ന് രാജ്യം ഭരിക്കുകയാണ്. എനിക്കത് പറയുന്നതിൽ ഒരു മടിയുമില്ല. ചാനലുകൾ അവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നെനിക്കറിയാം. അവരിലൂടെ ഈ കാര്യം ലോകത്തെവിടെ ചർച്ച ചെയ്യപ്പെട്ടാലും വിരോധമില്ല എന്ന് വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഗാന്ധിയെ കൊന്നത് RSS ആണ്. RSS എന്ന് പറയുന്നത് ഒരു സംഘടന മാത്രമല്ല, ഒരു മനോഭാവം കൂടിയാണ്. RSSൽ അംഗത്വം എടുക്കാൻ അവർക്ക് യാതൊരു പ്രൊസീജിയറുമില്ല. RSSന്റെ ഭരണഘടനയിൽ പറയുന്നത് അംഗത്വം എടുക്കാനുള്ള മാനദണ്ഡം എന്താണ് അതിന്റെ രീതി എന്നുള്ളതിനെ കുറിച്ച് അതിന്റെ ഭരണഘടന തന്നെ പറയുന്നത് പ്രത്യേകിച്ച് അങ്ങനെ രീതിയൊന്നുമില്ല. തൊട്ടടുത്ത ശാഖയിൽ പോയാൽ അതോടുകൂടി നിങ്ങൾ RSSകാരനാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി RSSകാരൻ എന്ന് സ്വയം അഭിമാനിക്കുന്ന നരേന്ദ്രമോദിക്ക് പോലും RSSൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഉണ്ടോ, ആ മെമ്പർഷിപ്പ് റെസീറ്റ് ഒന്ന് കാണിക്കാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് കാണിക്കാൻ സാധിക്കില്ല. ആ മോദി RSS ആണെങ്കിൽ ഗോഡ്സെയും RSS തന്നെയാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഗാന്ധിയെ കൊല്ലുന്ന സമയത്ത് ഗോഡ്സെക്ക് RSSൽ മെമ്പർഷിപ്പ് ഇല്ല. RSSൽ 2 ആഴ്ച മുമ്പ് വിട്ടുപോയിരുന്നു, 2 മാസം മുമ്പ് വിട്ടുപോയിരുന്നു, 2 കൊല്ലം മുമ്പ് വിട്ടുപോയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചില സാങ്കേതികത്വങ്ങൾ പറഞ്ഞ് തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് RSS എന്ന് പറയുന്ന സംഘടനയുടെ ഇന്നത്തെ നേതൃത്വത്തിന് ഒഴിഞ്ഞു പോകാൻ സാധിക്കുമെന്നുണ്ടെങ്കിലും കോടതികളിൽ നിന്ന് നിയമം തലനാരിഴകീറി പരിശോധിക്കുന്ന വേളയിൽ അതൊരൊഴിവ് കഴിവായി ചൂണ്ടിക്കാണിക്കപ്പെടാനുള്ള അവസരം അവർക്കുണ്ട്. എങ്കിലും രാഷ്ട്രീയമായി തന്നെ പറയുമ്പോൾ, ആശയപരമായി പറയുമ്പോൾ, വസ്തുതകൾ വെച്ച് പറയുമ്പോൾ, സാഹചര്യ തെളിവ് വെച്ച് പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും RSSന്റെ സന്താനമാണ് നാഥുറാം വിനായക് ഗോഡ്സെ. ഇത് പറയുന്നത് നമ്മൾ മാത്രമല്ല, ഇത് പറയുന്നത് നാഥുറാം വിനായക് ഗോഡ്സെയുടെ നേർ സഹോദരൻ ഗോപാൽ ഗോഡ്സെയാണ്. അദ്ദേഹം പറയുന്നു, ഞാനും നാഥുറാമും എൻ്റെ കുടുംബത്തിലെ മറ്റെല്ലാ സഹോദരന്മാരും ഒരു കാലത്തും RSS വിട്ടുപോയിട്ടില്ല. ഞങ്ങൾ RSSകാർ തന്നെയാണ്. ഞങ്ങളുടെ കുടുംബത്തിന് പുറത്ത് ഞങ്ങളുടെ 2ാമത്തെ കുടുംബമാണ് സംഘകുടുംബം. ഞങ്ങളുടെ കാഴ്ചപ്പാടുകളെ രൂപീകരിച്ചത് ഈ RSS ആണ്. ഗാന്ധിയെ കൊല്ലുന്ന സമയത്ത് പോലും RSSന്റെ ബൗദ്ധിക കാര്യവാഹായി, അതായത് ആശയപരമായി അവർക്ക് നേതൃത്വം നൽകുന്ന ബുദ്ധിജീവിയായി നാഥുറാം വിനായക് ഗോഡ്സെ RSSൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയോ നമ്മൾ ആരെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളോ അല്ല. നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ഗാന്ധി ഘാതകന്റെ നേർ സഹോദരൻ ഗോപാൽ ഗോഡ്സെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. എന്നിട്ടാണ് ഇപ്പൊ പറയുന്നത് ഞങ്ങൾക്കെതിരെ പറഞ്ഞാൽ കേസ് കൊടുക്കും, കേസ് കൊടുക്കുകയാണെങ്കിൽ പോയി കേസ് കൊടുക്കുക, അപ്പൊ നമുക്ക് കോടതി കാണാം. അതല്ലാതെ എന്താ പറയാൻ പറ്റുക? ചരിത്രമായി നമുക്ക് പറയേണ്ടതായിട്ട് വരും.